ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇടിയപ്പവും സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ഇടിയപ്പം ഞാനിങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റൂവിനുള്ള കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിയലിന് വേണ്ടിയിട്ട് കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വെജിറ്റബിൾസ്. അതിനോടൊപ്പം തന്നെ ഞാൻ നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല മാമ്പഴം ഇങ്ങനെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് മോരും നാളികേരമൊക്കെ അരച്ചിട്ട് ഞാൻ നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ 8:45 ജിമ്മിന് വിട്ടു. ജിമ്മ് കഴിഞ്ഞ് വന്ന് നേരെ സദ്യക്കുള്ള പരിപാടിയാണ്. സദ്യ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ എടുക്കുക. അപ്പോൾ അമ്മ ഗണപതിക്ക് വേണ്ടിയിട്ട് വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് ഗണപതിക്ക് വെക്കും. അതിന് ശേഷം മാത്രമാണ് നമ്മൾ വിളമ്പി പിറന്നാൾ സദ്യ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇലയിൽ ഇഞ്ചി തൈരാണ് വിളമ്പുന്നത്. അതിനുശേഷം മെഴുക്കുവരട്ടി വിളമ്പും കേട്ടോ. അതിനുശേഷം ഓലൻ വന്നു, അതിനുശേഷം അവിയൽ വന്നു, അതിനുശേഷം ഒരു കിച്ചടിയാണ്. ഈ കിച്ചടിയുടെ സ്പെഷ്യാലിറ്റി ഇത് നമ്മുടെ വാഴയുടെ പിണ്ടി കൊണ്ടുണ്ടാക്കിയ കിച്ചടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോറിട്ടു, എന്നിട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് പരിപ്പും ഒഴിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പുളിശ്ശേരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാറില്ല, ഇന്നലെ സാമ്പാറായതുകൊണ്ട് ഇന്ന് സാമ്പാർ വെച്ചില്ല. നല്ല മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ സദ്യയുടെ കൂട്ടാൻ. അതിനുശേഷം നല്ല അടപ്രഥമനും ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ. അപ്പോൾ അടപ്രഥമനും നമ്മൾ എല്ലാം കൂടി ഒരു ഇലയിൽ വെച്ചേക്കാണ് കേട്ടോ. അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ സന്തോഷമായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സദ്യ ഇത്രയേ ഉള്ളൂ. ബൈ.